ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവിക. ലവ്ലി ദേവികയുടെ ഒരു പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്റ്റോറീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മുടെ കഥ കേൾക്കുമ്പോൾ എന്തായാലും ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണം. അപ്പോൾ എനിക്ക് നല്ല ഉഷാറായിട്ട് നല്ല പുതിയ സൂപ്പർ കഥകളുമായി വീണ്ടും വരാൻ പറ്റും നിങ്ങളുടെ അടുത്തേക്ക്. ഇഷ്ടം പോലെ അമ്മ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഇന്ന് ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ട് മോനുവിൻ്റെ അമ്മയായ ഈ അമ്മയുടെ കഥ കേട്ടാലോ? നേരെ കഥയിലേക്ക് പോവാട്ടോ. സമയം വൈകുന്നേരം 4 മണിയായി. ഞാൻ വരാന്തയിലെ ചാരുപടിയിലിരിക്കുന്നു. അവൻ എന്താ വരാൻ വൈകുന്നേ? 3:30 എത്തേണ്ടതാണ് ഭഗവതി. ഞാൻ ഒന്ന് ആലോചിച്ചു നോക്കി. എൻ്റെ കുഞ്ഞിന് ഒരു കുറവും വരുത്തല്ലേ. അപ്പോഴേക്കും തിരിഞ്ഞു നോക്കുമ്പോഴേക്കും മുകുന്ദൻ മാഷ് ചാരുകസേരയിൽ കിടപ്പുണ്ട്. പതിവ് പോലെ ദിനപത്രത്തിൽ മുഖം പൂഴ്ത്തിരിപ്പ. ഈ മനുഷ്യനെന്താ ലോകത്തിലെ വിവരം മൊത്തറിയണോ? ഇയാൾ എന്നാ PSCക്കാണോ പഠിക്കുന്നേ? വലിയ ഫിലോസഫി പ്രൊഫസറാ. കുന്തമാണ്. ആർക്കും ഒരു പ്രയോജനവുമില്ലാത്ത വിഷയം. ഞാൻ പാവം ഞങ്ങളുടെ പഞ്ചായത്തിലെ ദേവസ്വം ഓഫീസിലെ ക്ലാർക്ക്. രേവതി, മധു എവിടെ? എൻ്റെ ചിന്തകളെ മുറിച്ചുകൊണ്ട് മാഷിന്റെ ചോദ്യം അവിടെ മുഴങ്ങി. ആരാണ് മധു? എൻ്റെ മോനും. 2 മാസം പിന്നിലേക്ക് പോവാം. എൻ്റെ വകയിലൊരു കുഞ്ഞമ്മയുടെ മോളായിരുന്നു ജയന്തി. സ്വന്തം അമ്മ നേരത്തെ പോയതുകൊണ്ട് എൻ്റെ അമ്മ വീട്ടിൽ നിന്നാണ് അവൾ പഠിച്ചതൊക്കെ. ഞാൻ അവളുടെ വല്യേച്ചി. എന്ത് പ്രശ്നമുണ്ടെങ്കിലും എൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന എൻ്റെ കുഞ്ഞനിയെത്തി. കല്യാണം നടത്തിയത് ഞങ്ങളായിരുന്നു. അവൾക്ക് ഇഷ്ടപ്പെട്ട പയ്യൻ. അവനും അങ്ങനെ അടുത്ത ബന്ധുക്കൾ ആരുമില്ല. പിന്നീട് ജയന്തിയും കെട്ടിയവനും കൂടെ ദുബായിക്ക് പോയി. ഇടയ്ക്ക് നാട്ടിൽ വരുമ്പോൾ എന്നെ കാണാൻ എപ്പോഴും വരുമായിരുന്നു, അന്തർമുഖനായ അവളുടെ മോൻ്റെ ഒപ്പം. എൻ്റെ മോള് രാഗിയോട് മാത്രമാണ് അവനിത്തിരി അടുപ്പമുണ്ടായിരുന്നത്. എനിക്കാണെങ്കിലോ അവൻ പിറക്കാതെ പോയ മകനും. പറഞ്ഞ് ഞാൻ കാട് കയറിയല്ലേ. ഇനി കാര്യത്തിലേക്ക് വരാം. മധു ജയന്തിയുടെ ഒറ്റ മോനാണ്. ദുബായിൽ നിന്നും അബുദാബിയിലേക്ക് കാറോടിച്ചു പോവുകയായിരുന്നു. ഒരിക്കൽ ആ കൊച്ചു കുടുംബം ഒരു ആക്സിഡന്റിൽ പെട്ടത് പെട്ടെന്നാണ്. പിൻസീറ്റിൽ ഉറങ്ങിക്കിടന്ന മധു അല്ല, എൻ്റെ മോനും മാത്രം രക്ഷപ്പെട്ടു. ഓഫീസിലെ മറ്റുള്ളവർ ചേർന്നാണ് നാട്ടിലേക്ക് ബാക്കി ശരീരങ്ങളൊക്കെ എത്തിച്ചേ. നിർവികാരനായി മരവിച്ച മനസ്സുമായി കർമ്മങ്ങൾ ചെയ്ത എൻ്റെ മോനുവിൻ്റെ ചിത്രം ഇപ്പോഴും ഉള്ളിലൊരു വിങ്ങലായിട്ടുണ്ട്. ഒരാഴ്ചത്തേക്ക് എൻ്റെ മോള് രാഖിയും മക്കളും അങ്ങ് ന്യൂസിലാൻഡിൽ നിന്ന് വന്നിവിടെ നിന്നു. അവരുള്ളപ്പോൾ മോനുവിന് വലിയ വിഷമമൊന്നും കണ്ടില്ല. അടുത്ത കോളേജിൽ മാഷിന്റെ ശുപാർശയിൽ തന്നെ അവന് ഡിഗ്രിക്ക് ചേർത്തു. മാഷിന്റെ കോളേജ് കുറച്ച് ദൂരെയാണ്. ട്രെയിനിലാണ് മാഷിന്റെ പോക്കും യാത്രയുമെല്ലാം. അല്ലെങ്കിൽ അവനെ അവിടെ തന്നെ ചേർത്തേനെ. അവൻ മൗനിയായിരുന്നു. സ്വതി അധികം സംസാരിക്കാത്ത പ്രകൃതി. ഒരു നാണം കുണുങ്ങി. രാഖി പോയതിനു ശേഷം അവൻ ആരോടും മിണ്ടാതെയായി. വല്ലപ്പോഴും എന്തേലും കഴിക്കും, അല്ലെങ്കിൽ ഫോണിൽ നോക്കിയിരിക്കും. അതുമല്ലെങ്കിൽ അവൻ്റെ മുറിയിൽ മുകളിലത്തെ നിലയിലെ ലാപ്ടോപ്പ് നോക്കിയിരിക്കും. കോളേജിനെയും കൂട്ടുകാരെയും പറ്റി ഞാൻ കാര്യമായി അന്വേഷിക്കുമ്പോൾ ചെറിയ മൂളലിൽ മാത്രമായിരുന്നു പ്രതികരണം. അപ്പോഴേക്കും എൻ്റെ ഭർത്താവ് ഇടപെടും. രേവതി, ഇതൊക്കെ ആ പ്രായത്തിൻ്റെ ഓരോ മൂഡുകളാണ്. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല നമ്മൾ ഓൾഡ് ജനറേഷനോട്. നമ്മളൊക്കെ അവൻ്റെ കണ്ണിൽ വല്ല ഡൈനോസറുകളുമായിരിക്കും. അവനെ ഒറ്റയ്ക്കൊന്ന് വിട്ടേക്കു നീ. ഞാൻ പുച്ഛിച്ചു. ഡൈനോസറാണ് പോലും. 42 വയസ്സ് മാത്രമുള്ള ഞാൻ ഡൈനോസർ. എന്നാലും മാഷ് പറഞ്ഞതിൽ കാര്യമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോഴത്തെ എൻ്റെ ആധിക്യത്തൊക്കെ കാരണമുണ്ട്. അവൻ്റെ മുറി മുകളിലാണ്. മാഷിനിടയ്ക്ക് കിതപ്പ് നെഞ്ചുവേദനയും വരുമ്പോൾ ഞങ്ങൾ താഴത്തെ ബെഡ്റൂമിലേക്ക് മാറുമായിരുന്നു. ഇപ്പോൾ അതുകൊണ്ട് താഴത്തെ റൂമിലേക്ക് സ്ഥിരമായി. മുകളിൽ 3 കിടപ്പുമുറികളും. രാഖിയും കുടുംബവും വന്നാൽ അവിടെയാ. ഇന്നലെ അത്താഴ സമയത്ത് മോനും പതിവിലും അധികം ഡൗണായ പോലെ. മുഖമുയർത്താതെ എന്തൊക്കെയോ നുള്ളിപ്പെറുക്കി തിന്നെന്ന് വരുത്തി സ്ഥലം കാലിയാക്കി. എനിക്കെന്തോ പന്തികേട് തോന്നിയെങ്കിലും ഒന്നും മിണ്ടിയില്ല. രാത്രി മാഷ് TV കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മെല്ലെ ശബ്ദമുണ്ടാക്കാതെ മുകളിലേക്ക് ചെന്നു. മോനുവിൻ്റെ മുറിയുടെ വാതിൽ അടഞ്ഞു കിടന്നിരുന്നു. വാതിൽ പളയിൽ ചെവിയോർത്തു.
ഉള്ളിലെന്തോ നേരത്തെ സ്വരം. മെല്ലെ വാതിൽ തുറന്നു. ബെഡ്റൂം ലാമ്പിന്റെ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച വ്യക്തമാകും വരെ ഞാൻ അവിടെ അനങ്ങാതെ നിന്നു. മെല്ലെ ആ ചിത്രം തെളിഞ്ഞു. ഒരു വെളുത്ത കുട്ടി നിക്കറും മാത്രം ഇട്ട് കമിഴ്ന്ന് കിടന്നു തേങ്ങുന്നു. എൻ്റെ പൊന്നും മോനും. അവന്റെ ചുമലുകൾ ഉയർന്നു താഴ്ന്നുണ്ടായിരുന്നു. തേങ്ങലിന്റെ സ്വരം കുറച്ച് ക്ലിയറാണ്. എൻ്റെ ഉള്ളിൽ എന്തോ തകർന്നു വീഴുന്നത് പോലെ തോന്നി. പാവം ഈശ്വര, അവനൊരു താങ്ങ് കൊടുക്കാനാവാത്ത രണ്ടുപേരുടെ നടുവിലേക്കാണല്ലോ ഈ അമ്മയും അച്ഛനും ഇല്ലാത്ത കുട്ടിയെ പറഞ്ഞു വിട്ടത്. ശരിക്കും എന്നെ കൊണ്ട് അവന് ഉപകാരമുണ്ടാവുമോ? അറിയാതെ എൻ്റെ കാലുകൾ ചലിച്ചു. അവൻ ചുരുണ്ടുകൂടി കിടക്കുകയായിരുന്നു മെത്തയിൽ. അവൻ്റെ കണ്ണുകൾ മുഴുവനും നിറഞ്ഞു കവിഞ്ഞിരുന്നു. എല്ലുകൾ എണ്ണിയെടുക്കാവുന്ന ഭാഗത്തിലുള്ള അവൻ്റെ ആ നെഞ്ചിൻകൂട് എനിക്ക് സഹിക്കാനായില്ല. ഞാൻ അവനെ മയക്കത്തിലായിരുന്നപ്പോഴേക്കും എടുത്തെൻ്റെ ദേഹത്തേക്ക് കിടത്തി. പാവം, അവൻ എന്നിലേക്ക് അമർന്നു കിടന്നു. ഒരു നിമിഷം ഞാൻ തരിച്ചുപോയി. ഒരു മേൽത്തുണി പോലും ഇല്ലാതെയാണ് ഞാൻ അവൻ്റെ അടുത്ത് കിടക്കുന്നത്. ഒറ്റമുണ്ടും ബ്ലൗസും മാത്രം. തുണിയുടെ ആവരണമില്ലാത്ത എൻ്റെ മുൻഭാഗം. എന്നെ അതിശയിപ്പിച്ചത് വേറൊരു കാര്യമാണ്. അവൻ്റെ തേങ്ങലിപ്പോൾ നിന്നിരിക്കുന്നു. പാവം എൻ്റെ പൊന്നുമോൻ. അവനിപ്പോൾ ശാന്തനായി ഉറങ്ങി. ഞാൻ നെറ്റിയിലൊരു ഉമ്മ കൊടുത്തു. ഞാൻ പതിയെ അവനെ അവിടെ കിടത്തി അകന്നു മാറാൻ ശ്രമിച്ചു. ഇല്ല, പ്രതിഷേധ സ്വരം വരുന്നു. ഞാൻ വീണ്ടും അവനെ ചേർത്ത് പിടിച്ചു. പാവം. അവനെ ഒടുവിൽ ഉറക്കെ കിടത്തി ശബ്ദമുണ്ടാക്കാതെ ഞാൻ വാതിൽക്കലേക്ക് എത്തി. എൻ്റെ ഓഫീസ് സമയം 2:30 വരെയാണ്. 10 മിനിറ്റ് കൊണ്ട് വീടെത്തും. ഇന്നും മാഷ് നേരത്തെ വന്നു. മോനുനെ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് സമയം കുറേയായി. 5 മണിയാകുമ്പോഴേക്കും എനിക്ക് ഇരിക്കപ്പുറതി ഇല്ലാതെയായി. അവൻ്റെ മൊബൈലാണെങ്കിൽ ഔട്ട് ഓഫ് റേഞ്ച്. എന്ത് മാരണമാണോ എന്തോ. അല്ലെങ്കിലും ഒരാവശ്യം വന്നാൽ ഈ കുന്ത്രണ്ടങ്ങൾ ഒരു ഉപകാരത്തിനുമില്ല. ഗേറ്റ് തുറക്കുന്ന ഒച്ച കേട്ടു. അപ്പോഴേക്കും ക്ഷീണിക്കുന്ന മോനും അതാ അകത്തേക്ക് നടന്നു വരുന്നു. ചുമലുകളിൽ വലിയ ബാഗ്. എന്താ മോനു താമസിച്ചേ? റോഡിൽ എന്തോ ടാങ്കർ കേടായി. ട്രാഫിക് ജാം. ചുരുങ്ങിയ വാക്കുകളിൽ മറുപടി. വേഷന്മാർ താഴേക്ക് വാ. അവൻ്റെ പിന്നിൽ നോക്കി നിന്ന് ഞാൻ പറഞ്ഞു. അവൻ തിരിഞ്ഞു നോക്കിയതുപോലുമില്ല. ഞാനൊരു ദീർഘശ്വാസം വിട്ടു. പിന്നെ തിരികെ ചാരുപടിയിലിരുന്നു. വല്യമ്മേ. അവൻ്റെ നേർത്ത സ്വരം ഞാൻ കേട്ടു ഞെട്ടിയെണീറ്റു. മോനു. അവൻ്റെ നേരിയ ചുവപ്പ് കലർന്ന മുഖം വാടിയിരുന്നു. നെറ്റിയിലേക്ക് വീണ കോലൻ മുടി അവൻ്റെ പ്രായം പിന്നെയും കുറച്ചു കാണിച്ചു. അവൻ്റെ അമ്മയെപ്പോലെ തന്നെ എൻ്റെ തോളുവരെ മാത്രമായിരുന്നു അവൻ്റെ ഉയരം. മോനെ വാടാ. ഞാൻ പോലും അറിയാതെ ഞാൻ അവനെ കെട്ടിപ്പുണർന്നു. പാവം, പാവം എൻ്റെ മോൻ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ശരീരപ്രകൃതി വേറൊരു രീതിയിലാണ്. ഞാൻ എന്തൊക്കെ ഭക്ഷണം കഴിക്കാതിരുന്നാലും, എന്ന് നോമ്പ് നോറ്റാലും, അരിയാഹാരം ഒഴിവാക്കി തുടങ്ങിയിട്ടും കാര്യമില്ല. മോർണിംഗ് വാക്ക് എന്ന് വേണ്ട എന്തൊക്കെയായിട്ടും മുൻഭാഗവും പിൻഭാഗവും ഒന്ന് ഒതുങ്ങണ്ടേ. വല്ലാത്തൊരു വലിപ്പമാണ്. അതായിരുന്നു എൻ്റെ അവസ്ഥ. ആ ദേഹത്തേക്കാണ് എൻ്റെ മോനും ഇപ്പോൾ അവൻ്റെ ചെറിയ ദേഹവും കൊണ്ട് ഒട്ടി നിൽക്കുന്നത്. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലായിരുന്നു. അവൻ്റെ ആ ഒതുങ്ങി നിൽക്കുന്ന നിപ്പ് വല്ലാത്തൊരു സുഖമാണ് എന്നെ മേലാകെ പകർന്നു തന്നിരുന്നത്. കുറേയൊക്കെ കഴിഞ്ഞിട്ട് അവൻ എന്നെ ഒന്ന് ഉരുമുമ്പോഴേക്കും എന്നിലേക്ക് എന്തൊക്കെയോ പൊട്ടിച്ചിതർന്നത് പോലെ. പിന്നെ എൻ്റെ ഭർത്താവായ മാഷിനെ പറ്റി പറയാനാണെങ്കിൽ അത്തരത്തിലുള്ള അദ്ദേഹവുമായുള്ള അടുപ്പമൊക്കെ അസ്തമിച്ചിട്ട് വർഷങ്ങളായി. സത്യം പറഞ്ഞാൽ എൻ്റെ മോള് രാഖി ജനിച്ച് 1-2 വർഷത്തിനകം. വീട്ടിൽ ഞാൻ പ്രത്യേകിച്ച് കാര്യമായ ഒരു ബ്ലൗസോ മുണ്ടിലോ ഒതുക്കും വസ്ത്രമൊക്കെ. മറ്റൊന്നും അകത്തായാലും പുറത്തായാലും കാര്യമായി ധരിക്കാറില്ല. അവനിപ്പോൾ കൂടുതൽ എന്നിലേക്ക് അമരുമ്പോൾ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു. അതിപ്പോൾ സ്വാഭാവികമാണല്ലോ. താഴെ കുഞ്ഞിപ്പെണ്ണ് വല്ലാതെ നിലവിളിക്കുന്നുണ്ട്. ആ കരച്ചിൽ ഞാൻ കണ്ടില്ലെന്നടിച്ചു. അവൻ്റെ പുറത്ത് തലോടി ഞാൻ. നീ കഴിക്ക്. അവന് ഞാൻ ഭക്ഷണം വിളമ്പി കൊടുത്തു. ദോശയായിരുന്നു. അവന് വല്ലാത്ത ഇഷ്ടമാണത്. കല്ലിൽ കൂട്ടിയരച്ച ആ ചമ്മന്തിയും കൂട്ടി കൊടുത്തപ്പോഴേക്കും അവനത് ആസ്വദിച്ച് കഴിച്ചു. ഞാൻ അവൻ്റെ ആ കഴിക്കൽ നോക്കിയിരുന്നു. അതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴോ ഞാൻ വല്ലാതെ വീർത്തൊലിക്കുന്നുണ്ടായിരുന്നു. മോനെ, ആ തോർത്തുമുണ്ടെടുത്തോണ്ട് വാടാ. അവൻ തോർത്തുമുണ്ടെടുത്ത് എൻ്റെ വശത്ത് ഹാജരായി. എനിക്ക് കയ്യിലേക്ക് തന്നു.
ഞാൻ എങ്ങനെയാ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് കണ്ടില്ലേ കുട്ടിയെ? എൻ്റെ കയ്യിൽ ദോശയും മാവൊക്കെയാടാ, നീ എനിക്കൊന്ന് തുടച്ചതാ. അങ്ങനെ പറഞ്ഞ് ഞാൻ അവന്റെ പൊക്കത്തിന് കണക്കായി ഒന്നും ചെരിഞ്ഞു നിന്നു. ഇപ്പോഴതാ അവന് വെളിവായി കാണാം എൻ്റെ മുൻഭാഗത്തിന്റെ 3/4 ഭാഗവും. അതിനു മുകളിലേക്ക് ആ നൈസായ തോർത്ത് പതിയെ അമർത്തി അവനൊന്ന് പൊതിഞ്ഞു. അതിലെന്റെ വിയർപ്പ് കണികകൾ. അവനത് തുടച്ചു മാറ്റി. ദോശ അങ്ങ് കരിയും മോനു, കുറച്ച് വേഗം ആയിക്കോട്ടെ. അവൻ അമർത്തി തുടച്ചു. നല്ല സുഖം, എനിക്ക് പൊട്ടിത്തരിക്കുന്നത് പോലെ. അപ്പോൾ തന്നെ എൻ്റെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഒച്ച കലശലായി. എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് തോന്നിപ്പോയി എനിക്ക്. കഷ്ടപ്പെട്ട് ഞാൻ പല വികാരങ്ങളും അമർത്തി പിടിച്ചു. കുറച്ച് കഴിയുമ്പോഴേക്കും, അവന് ഭക്ഷണം കൊടുത്തു കഴിയുമ്പോഴേക്കും അവൻ്റെ നോട്ടം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. 40കാരിയായ ഒരു സ്ത്രീയായിരുന്നു ഞാൻ. 18 കഴിഞ്ഞ, കണ്ടാൽ അതിനേക്കാൾ വളരെയേറെ പ്രായം കുറവുള്ള ആൺകുട്ടി. ഞാൻ അവനെ എന്നിലേക്ക് ലയിപ്പിക്കും. ഇടയ്ക്കിടയ്ക്ക് അവനെ പൊതിഞ്ഞു പിടിക്കും. വേറൊന്നിനുമല്ല, അവൻ്റെ വിഷമങ്ങളെല്ലാം അവനിൽ നിന്നും എന്നിലേക്ക് അകറ്റുവാൻ. പാവം, അവൻ ഒരുപാട് ആശ്വാസം കൊടുക്കണം. പാവം കുഞ്ഞ്. അവനിനി അമ്മയെന്ന് പറയാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. കുട്ടാ, ഞാൻ നിന്റെ ആരാടാ? അവൻ ചോദിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ അമ്മ. എനിക്കത് കേട്ടപ്പോൾ സന്തോഷമായി. എന്തിനോ വേണ്ടി എൻ്റെ മുൻഭാഗം ചുരത്താൻ കൊതിച്ചു നിന്നു. അത് പിന്നെ ഒരമ്മയാണല്ലോ. അമ്മയുടെ വാത്സല്യം അവനോട് എനിക്ക് വല്ലാതെ തോന്നി തുടങ്ങിയിരുന്നു. കുറച്ച് നിമിഷം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ആ ദോശ കഴിക്കുന്നതിനൊപ്പം അവൻ എന്നെ നന്നായി സ്കാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അല്പസ്വല്പം വെളുത്തു തടിച്ച എൻ്റെ ആ കൊഴുത്ത മേനി അവൻ കാര്യമായി നോക്കുമ്പോഴേക്കും എനിക്ക് വല്ലാത്തൊരു ഇക്കിളി തോന്നി. ഇടയ്ക്ക് അവനെ വല്ലാതെ മത്തുപിടിപ്പിക്കാൻ ഞാൻ മുകളിലേക്ക് കയറ്റി വെച്ചിരുന്നത് താഴേക്ക് ഇറക്കിയിട്ടു. അവൻ നോക്കുമ്പോൾ കുറച്ചു മുന്നേ കണ്ടിരുന്ന കാഴ്ച ഇപ്പോൾ തിരശ്ശീലയ്ക്ക് പിന്നിലാണെന്നറിഞ്ഞപ്പോൾ ആ കണ്ണുകൾ നിരാശ. പാവം, എൻ്റെ ഉള്ളിൽ ചിരി പൊട്ടി. നിഗൂഢമായൊരു വികാരത്തിന്റെ ഇലകൾ പൊട്ടിമുളച്ചു. എൻ്റെ മോനു. രാത്രി അത്താഴത്തിന്റെ സമയം അവനൊന്നും മിണ്ടുന്നില്ലായിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴേക്കും ഞാനും ഭാഷും ഞങ്ങളുടേതായ സമയം കുറച്ച് TV കാണുകയോ അല്ലെങ്കിൽ വാരിക വായിക്കുകയോ ചെയ്യാറുണ്ട്. ഈ സമയത്ത് അവൻ അവിടെ വന്ന് എൻ്റെ അടുത്തിരുന്നു. അതിനിടയിൽ എപ്പോഴും എൻ്റെ മടിയിലേക്ക് അവനൊന്ന് കിടന്നു. പാവം, അതിനിടയിൽ അവൻ നന്നായി സ്കാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇക്കിളിയായി. കണ്ണുകൊണ്ട് അവൻ എന്നെ കുത്തി വലിക്കുന്നു. എൻ്റെ മോനെ പോലെ തന്നെയാണ് അവൻ, ഈ ചെറിയ ചെക്കൻ. എങ്കിലും അവൻ്റെ നോട്ടം ഈ 40കാരിയുടെ സകല വികാരങ്ങളും പുറത്തെത്തിക്കാനും മാത്രം പവറുള്ളതുമായിരുന്നു. ഞാൻ വല്ലാത്തൊരു വികാരത്തോടെ അവൻ്റെ ആ നോട്ടം ആസ്വദിച്ചു. ഇടയ്ക്ക് അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒന്നും അറിയാത്ത മട്ടിൽ ഞാൻ പുസ്തകത്തിലേക്ക് മുഖം നോക്കും. കുറെ കഴിയുമ്പോഴേക്കും അവൻ എൻ്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി. പാവം, എനിക്ക് സങ്കടമായി. എന്തിനായിരിക്കും അവൻ എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് പോയത്? ഞാൻ അവനെ തിരിച്ചു വിളിച്ചു. വന്ന് കിടന്നോളൂ മോനു. അവനെ ഞാൻ മടിയിലേക്ക് കിടത്തി. എൻ്റെ മടിയിൽ കിടന്ന് പാവം അവൻ ഉറങ്ങിപ്പോയി. അവനെ മുറിയിൽ കൊണ്ടുപോയി കിടത്തി ഞാൻ മാഷിൻ്റെ അടുത്തേക്ക് വന്നു. രേവതി. ഞാനൊന്ന് ഞെട്ടി. അശരീരിയോ? അല്ല, മാഷാണത്, മന്ത്രിക്കുന്ന സ്വരത്തിൽ. നിങ്ങളെന്താ ആളെ പേടിപ്പിക്കുവാണോ മാഷേ? അത് പിന്നെ സോറിഡി. എന്തോ സ്വകാര്യം പറയാനുള്ള രീതിയിൽ ആള് പറയാണ്. അങ്ങേരുടെ ഒരു വളിച്ച ചിരി. ദൈവമേ, എന്തിനാണ് ഇത്രയും ആമുഖമിടുന്നേ? ഞാൻ പലറുമെന്നത് അറിയുമ്പോഴേക്കും മാഷ് വേഗം പറഞ്ഞു തുടങ്ങി. മധു ഇന്ന് താഴെ വന്നത് കണ്ടോ? വൈകുന്നേരം അടുക്കളയിലും. ഓ, അതിനിപ്പോ എന്താ? ഒന്ന് വേഗം പറഞ്ഞു തോലയ്ക്കെൻ്റെ മനുഷ്യ. ഏതായാലും അവൻ്റെ കാര്യത്തിൽ നല്ല മാറ്റം കാണുന്നുണ്ട്. നിന്നോട് കുറെ കൂടി അറ്റാച്ച്മെന്റ് ഉണ്ട്. അപ്പോഴേക്കും എൻ്റെ മനസ്സ് നലിഞ്ഞു. രാത്രി ഞാൻ അവനെ നോക്കിയിരുന്നു മാഷേ. പാവം കിടന്ന് കരയുന്നു. അവൻ ഉറങ്ങുമ്പോഴാ ഞാൻ താഴേക്ക് വന്നേ. അതെയോ? ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു. പാവം, അതിൻ്റെ മുഖം നോക്കുമ്പോഴേക്കും കണ്ണീരിൻ്റെ അടയാളങ്ങൾ. അവൻ ഇന്നും കരഞ്ഞു പോവും. എനിക്ക് സങ്കടമായി. പാവത്തിന് ഒരാശ്വാസം ആ തലോടൽ കിട്ടിയപ്പോൾ അവന്റെ മുഖത്തെ വിഷമം മെല്ലെ അലിഞ്ഞുപോയി. ശാന്തമായി എവിടെയോ നേരിയൊരു പുഞ്ചിരി വിടർന്നു. ഏത് സ്വപ്നമാണോ എൻ്റെ മോൻ കാണുന്നേ? അമ്മയെന്ന് അവൻ ഉറക്കത്തിൽ പതിയെ വിളിച്ചു. തിരിഞ്ഞെന്നോട് ഒട്ടിക്കിടന്നു.
എനിക്ക് അവനെ ചേർത്ത് പിടിക്കുമ്പോൾ വല്ലാത്ത വികാരം. എത്രയോ നാളായി കെട്ടിപ്പൊതിഞ്ഞു വെച്ച ഈ വികാരം മറക്കാൻ ശ്രമിക്കുന്നു, മറന്നുകൊണ്ടേയിരുന്നു. പക്ഷേ എന്നിലെ പച്ചയായ പെണ്ണ് അവനിലേക്ക് വീണ്ടും വീണ്ടും എനിക്ക് അമരാൻ തോന്നി. ആരോഗ്യമുള്ള പെണ്ണിനെ ഈ വികാരം കൈവിടുമോ? ഒരിക്കലുമില്ല. ഒന്നിനു പിറകിൽ ഒന്നായി എന്നെ പൊതിഞ്ഞ ആ സുഖത്തിന്റെ ഓളങ്ങൾ അവനിലേക്ക് ഒന്നുകൂടി അമർന്ന് എന്തൊക്കെയോ സുഖത്തിനു വേണ്ടി ഞാൻ തേരോട്ടം നടത്തി. അതെനിക്ക് കിട്ടിയിരുന്നു. കുറച്ചു സമയം ഞാൻ തളർന്നുപോയി. അത്രയധികം സുഖിച്ചിരുന്നു. കണ്ണുകൾ തുറന്നപ്പോൾ വൈകിട്ട് ഏതാണ്ട് ഒരു 5 മണിയായി. ഞാൻ എഴുന്നേറ്റ് വസ്ത്രം വാരിച്ചിട്ട് താഴേക്ക് പോയി. അപ്പോൾ അതാ അവിടെ കിടന്ന് പുറന്തിരിഞ്ഞുറങ്ങുന്നു എൻ്റെ പ്രിയതമൻ. അങ്ങേരെണീക്കണേല് ഞാൻ വിളിക്കണം. നല്ല ഉറക്കമാ. എനിക്ക് ചിരി വന്നുപോയി. 5 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. 6:30 അലാറം വെച്ച് ഞാൻ ചുരുണ്ടോടി കിടന്നു. വൈകുന്നേരം ആവാൻ ഞാൻ അക്ഷമയായി കാത്തിരുന്നു. ജോലി സ്ഥലത്ത് ഓഫീസിൽ തെറ്റുകളൊന്നും വരില്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം മോന് വന്നു. പതിവില്ലാതെ ഞാൻ ചന്ദന സോപ്പിട്ട് കുളിച്ചു. പുതിയ മുണ്ടും ചന്ദന നിറമുള്ള ബ്ലൗസും ധരിച്ച് അവനെ എതിരേറ്റു. അവനെന്നോട് ചേർന്ന് നിന്നു. നീ പോയി കുളിച്ചു വാടക്കണ്ണാ, ഞാൻ അവനോട് പറഞ്ഞു. അമ്മേ, അവൻ എന്നെ ഒന്ന് വിളിച്ച് ഒരു നോട്ടവും നോക്കി മുകളിലേക്ക് പോയി. നന്നായി പഴുത്ത നേന്ത്രക്കായ നെടുവേ കനം കുറച്ചരിഞ്ഞ് മാവിൽ മുക്കി പൊരിച്ചു. അവന് പഴംപൊരി ഇഷ്ടമാണ്. പക്ഷേ അവൻ്റെ പഴംപൊരിയാണ് എനിക്കിഷ്ടം. അത് കിട്ടാൻ സമയമായിട്ടില്ല. കുറച്ചുകൂടെ ക്ഷമിക്കണം. ഞാൻ അതിനുള്ള അവസരത്തിനായിട്ടാണ് കാത്തിരിക്കുന്നത്. അന്നത്തെ പോലെ തന്നെ മുണ്ടിൻ്റെ തുമ്പെടുത്ത് ഞാൻ മുകളിലേക്ക് കുത്തിയിരുന്നു. ഇപ്പോൾ എൻ്റെ വെളുത്തു തടിച്ച പല ഭാഗങ്ങളും പാതിയും വെളിയിലാണ്. അവൻ്റെ കണ്ണുകൾക്ക് നല്ലൊരു വിരുന്ന്. വാടാ കണ്ണാ, ഞാനൊരു പഴംപൊരി അവൻ്റെ നേർക്ക് നീട്ടി. അവനെ ഊട്ടാൻ തുടങ്ങി. ആ സമയത്തും അവൻ്റെ നോട്ടം മുഴുവനും ഞാനൊരുക്കി വെച്ചിരുന്ന ആ വിരുന്നിൽ തന്നെ ആയിരുന്നു. എന്ത് രസമായിട്ടാണ് അവനെന്നെ നോക്കുന്നത്. കണ്ണുകൊണ്ട് അവൻ എന്നെ കോരി കുടിക്കുന്നു. ഞാൻ അവൻ്റെ നോട്ടമെല്ലാം വല്ലാതെ ആസ്വദിച്ചു. അല്ലെങ്കിലും ഇനി എന്നെ ഇതുപോലെ ആരായിരിക്കും ഇത്ര സ്നേഹത്തിൽ നോക്കാനുണ്ടാവുക? എൻ്റെ മോനോ? അവനെന്നെ നോക്കി. ഞാൻ നിന്റെ അമ്മയല്ലേടാ? അതെ, അവൻ എന്നോട് പറഞ്ഞു. നീ എന്നെ വിട്ടു പോവുമോടാ? എൻ്റെ സ്വരം ഇടറിയിരുന്നു. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഇല്ല, ഞാൻ എവിടവും പോവില്ല എൻ്റെ അമ്മയെ വിട്ട്. നിനക്ക് സങ്കടമായോടാ ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ? ഇല്ല. അവൻ എന്നെ മുറുക്കി കെട്ടിപ്പുണർന്നു. അവൻ്റെ ആ മുറുക്കം ഞാൻ ആസ്വദിച്ചു. കാരണം എൻ്റെ പല ഭാഗങ്ങളെയും ഞെരിച്ചുടക്കാൻ പോകുന്ന രീതിയിലായിരുന്നു അവൻ അമർത്തി എന്നെ കെട്ടിപ്പുണർന്നിരുന്നത്. അമ്മയ്ക്ക് നല്ല മണം. അവൻ പറഞ്ഞു, നീ എൻ്റെ കുട്ടിയല്ലേ? ഞാൻ ഭ്രാന്തമായി അവനെ ചുംബിച്ചുകൊണ്ടേയിരുന്നു. ഭ്രാന്തെടുത്തതുപോലെ തന്നെ വീണ്ടും അവനെ ചുംബിച്ചു. അവനതെല്ലാം കൊതിയോടെ വാങ്ങിയെടുത്തു. അല്പസ്വല്പ സമയം കഴിയുമ്പോഴേക്കും എനിക്ക് വികാരം പതിഞ്ഞു പൊങ്ങിയിരുന്നു. ഞാൻ അടക്കി. ഒരുപാട് മനഃശക്തി എടുത്തു അതൊന്ന് അടക്കി വെക്കാൻ. പതിയെ അവനെ ഞാൻ മെല്ലെ ഒന്ന് തലോടി. മെലിഞ്ഞ ചെക്കനാണെങ്കിലും നല്ല ഭംഗിയാണ് അവനെ കാണാൻ. ആകെ മൊത്തം ഒരു ഭംഗിയുണ്ട്. ആ ഭംഗി കാണുമ്പോഴേക്കും എനിക്ക് ഒന്നുകൂടെ സഹിക്കില്ല. ഇന്നലെ രാത്രിയിലെ പോലെ തന്നെ എൻ്റെ കുഞ്ഞിപ്പെണ്ണ് താഴെ കണ്ണീരൊലിപ്പിച്ചു തുടങ്ങി. എന്തൊരവസ്ഥയാണല്ലേ! ഒരു സ്ത്രീയായി ജനിച്ച് അല്പം ആരോഗ്യവും ആഗ്രഹവും വികാരവും ഒക്കെ തോന്നിപ്പോയി കഴിഞ്ഞാൽ എന്തൊരവസ്ഥയാണ്! ഇതൊക്കെ ഭാഗമാകുന്ന രീതിയിൽ തന്നെ അടക്കാൻ ഒരാളെ കിട്ടിയില്ലെങ്കിൽ കഷ്ടപ്പാടാണ്. പക്ഷേ എനിക്കെൻ്റെ മോനും ഉണ്ടല്ലോ. അല്പസമയം കഴിയുമ്പോഴേക്കും ഗേറ്റ് തുറക്കുന്ന ശബ്ദം. ഞാനപ്പോൾ തന്നെ മോനുവിനെ മെല്ലെ വേർപെടുത്തി ഒരു പഴംപൊരിയുമായി അവനെ ഊണുമുറിയിലേക്ക് വിട്ടു. പാവം, അവൻ എൻ്റെ അടുത്തുനിന്ന് പോകുമ്പോഴേക്കും പല സ്ഥലങ്ങളിലായി എനിക്കാകെ നനവൂറി. എന്തൊരവസ്ഥയാണ്! അവനെ എപ്പോഴെങ്കിലും എൻ്റെ പൊന്നുമോനായി കിട്ടുമെന്ന് വിചാരിച്ച് ഞാൻ കാത്തിരിക്കാൻ തുടങ്ങി. ഇപ്പോൾ അവൻ ഒരു മടിയുമില്ലാതെ എന്നെ ഒട്ടിയിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, തരം കിട്ടുമ്പോഴൊക്കെ അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എൻ്റെ വികാരത്തിനെ ഒന്ന് പതിയെ കെട്ടഴിച്ചു വിടും. കള്ളൻ! അവന് കെട്ടഴിക്കാൻ മാത്രമുള്ള അവസരമേ ഇപ്പം ഞാൻ കൊടുത്തിട്ടുള്ളൂ. അതൊന്ന് അടക്കി വെക്കാൻ അവനെ കൊണ്ട് ഞാൻ ശ്രമിപ്പിച്ചിട്ടില്ല. കള്ളച്ചക്കൻ, തെമ്മാടി, ഇടയ്ക്ക് ഞാൻ വിളിക്കും. അവൻ എൻ്റെ മടിയിലൊരിക്കൽ കമിഴ്ന്നു കിടന്നു. എന്ത് രസമായിരുന്നെന്നറിയാമോ?
അവൻ എന്നെ അങ്ങനെ കിടന്ന് തന്നെ അല്പസമയം സുഖിപ്പിച്ചു. ഞാനതെല്ലാം നന്നായി തന്നെ ഏറ്റുവാങ്ങി. ഇപ്പോഴെല്ലാം ഓർക്കുമ്പോൾ വല്ലാതെ മുഖം തുടുക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് മുട്ടുവരെ ഉയർത്തിയാണ് ഞാൻ എൻ്റെ ആ മുണ്ടിൻ്റെ തുമ്പ് അങ്ങ് കുത്താറുള്ളത്. ഈ സമയം അപ്പോഴും അവനൊരു വിരുന്ന് തന്നെയാവും. അവൻ നന്നായി നോക്കുമ്പോഴേക്കും അവൻ്റെ ആ നോട്ടം ഞാൻ ആസ്വദിക്കും. മാഷിതൊന്നും അറിയാത്ത രീതിയിൽ തന്നെ എൻ്റെ എല്ലാ സുരക്ഷയ്ക്കും വേണ്ടി തന്നെയായിരുന്നു മോനെ നോക്കാൻ ശ്രമിച്ചിരുന്നത്. പാവം കള്ളച്ചക്കൻ. അവനോട് എനിക്കുണ്ടായിരുന്ന സഹതാപമൊക്കെ അവനോട് അടങ്ങാത്ത ദേഹവും അടങ്ങാത്ത സ്നേഹവും വല്ലാത്ത വികാരവുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവസരം കിട്ടുമ്പോഴേക്കും അവൻ എന്നെ ഇങ്ങനെ നോക്കും. ആ നോട്ടം അവസാനിക്കുന്നത് പതിയെ പതിയുള്ള കുഞ്ഞു കുഞ്ഞു തലോടലുകളിലാണ്. പാവം. ഇടയ്ക്കിടയ്ക്ക് അവൻ ഉറങ്ങുമ്പോൾ ഞാൻ ആ മുറിയിലേക്ക് ചെല്ലും. ചില സമയം എന്തിനാണ് ഞങ്ങൾക്കിടയിൽ ഒരു മറയെന്ന് വിചാരിച്ച് വസ്ത്രത്തിൻ്റെ അവസാന കഷ്ണങ്ങളും ഞാൻ ഒഴിവാക്കാറുണ്ട്. അവൻ എന്നെ കെട്ടിവരിയുമ്പോഴേക്കും പാവത്തിനെ ഞാൻ ആകെ ചേർത്ത് പിടിക്കും. അവൻ സ്വന്തം അമ്മയെന്ന് വിചാരിച്ച് എൻ്റെ ചൂടിലേക്ക് അമരും. അതുമാത്രമല്ല, ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവൻ വിശപ്പ് മാറ്റുന്നത് വരെ അവൻ ഓരോന്നോരോന്നിനു വേണ്ടി എൻ്റെ മുൻഭാഗത്ത് പരതിക്കൊണ്ടേയിരിക്കും. എനിക്കിഷ്ടമാണത്. ഒരു പശുക്കിടാവിനെ പോലെ അവൻ എൻ്റെ മുന്നിൽ എന്തൊക്കെയോ തേടും. ഞാൻ അവന് വേണ്ടത് കൊടുക്കുമ്പോഴേക്കും അവൻ പതിയെ ആശ്വാസത്തോടെ കിടക്കും. ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ കുറേ ദിവസങ്ങൾ. അവനിടയ്ക്ക് അമൃത് പകർന്നു കൊടുക്കുമ്പോഴുള്ളതുപോലുള്ള സന്തോഷം തോന്നും എനിക്ക്. നിർവൃതി അടയും. അത് തന്നെ മതിയായിരുന്നു എനിക്ക്. അവന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, ഇപ്പോഴും ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അവനോട് ഞാൻ ചോദിക്കും, മോനോ നിനക്കാരെങ്കിലും ഉണ്ടോടാ ഗേൾ ഫ്രണ്ട്സൊക്കെ? അവൻ ചിരിക്കും, ഉണ്ട്. ചെറിയ കുട്ടികളാരെങ്കിലും ആണോ? പെൺകുട്ടികൾ? കോളേജിൽ പഠിക്കുന്നേ? അല്ല. അവൻ പറഞ്ഞു, പിന്നെ ആരടാ? പ്രായമുള്ളവരാണോ? അതെ. അവൻ നാണത്തോടെ ചിരിച്ചു. സത്യം പറമോനോ, അതാരാടാ? അതോ, അതെൻ്റെ ഈ അമ്മയാണ്. അവൻ എന്നെ കെട്ടിപ്പുണരുമ്പോഴേക്കും സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. ഒരുപാട് ദിവസം ഇങ്ങനെയായിരുന്നു. നിനക്കെന്താ ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തത്? അതോ, അമ്മയുടെ സൗന്ദര്യമുള്ള ആരെയും ഞാൻ കണ്ടിട്ടില്ല. ആണോടാ? അത് കേൾക്കുമ്പോഴേക്കും എനിക്ക് സന്തോഷമായി. എൻ്റെ ജയന്തിയമ്മ എന്നെ കുളിപ്പിച്ച് തരുമായിരുന്നു, ഭക്ഷണം വാങ്ങി തരുമായിരുന്നു. അതൊക്കെ അവൻ പറയുമ്പോഴേക്കും ഇനി ആ കുറവും പോലും എൻ്റെ മോനുവിന് വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ അവനെ കുളിപ്പിക്കാനും തുടങ്ങി ഞാൻ. ആദ്യമൊക്കെ അല്പം നാണമുണ്ടായിരുന്നെങ്കിലും ചെക്കൻ പിന്നീട് എൻ്റെ അടുത്തൊന്ന് വഴങ്ങി. അവനെ ഞാൻ കുളിപ്പിക്കുമ്പോൾ ചെറിയ ചെറിയ സുഖിപ്പിക്കൽ അതിനിടയിലൂടെ നടന്നു പോന്നു. കള്ളൻ എല്ലാം കണ്ണടച്ച് ആസ്വദിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവൻ എന്നെ എന്തെങ്കിലും രീതിയിൽ തൊടുമ്പോഴേക്കും വല്ലാത്തൊരവസ്ഥയായിരുന്നു എനിക്ക്. തൊട്ടാൽ പൊട്ടിത്തെറിക്കും പോലെയുള്ള എൻ്റെ ഓരോ ഭാഗത്തും എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെയുമൊക്കെ അവൻ താലോലിക്കുന്ന അവസ്ഥയെപ്പറ്റി ഓർത്താൽ തന്നെ എനിക്ക് വല്ലാത്ത അവസ്ഥയാണ്. ഒരു ദിവസം അതിനുള്ള അവസരം ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. അവൻ എൻ്റെ എല്ലാമായി മാറിയ നിമിഷം, കുട്ടാ അമ്മയ്ക്ക് നീ എന്താണ് ചെയ്തു തരാൻ പോകുന്നേ? അവനത് ആസ്വദിച്ച് നോക്കിക്കൊണ്ടാണ് എന്നോട് ചോദിച്ചത്. ഈ സമയത്ത് അവനെ കാണിക്കാൻ വേണ്ടി തന്നെ ഞാൻ വസ്ത്രങ്ങളൊക്കെ ഒഴിവാക്കിയിരുന്നു. നൂൽബന്ധമില്ലാതെ എന്നെ കണ്ടതിൻ്റെ ആദ്യത്തെ കൗതുകത്തിലാവും അവൻ ആസ്വാദത്തോടെ നോക്കി. എന്തൊരു രസമാണ് അമ്മയെ കാണാൻ. അവൻ ഒരുപാട് നാള് കൊതിച്ചിരുന്ന ആ കണിവെള്ളരികൾ ഇപ്പോൾ അവൻ്റെ മുമ്പിൽ ഇങ്ങനെ കാണാനാവുന്നുണ്ട്. അവനത് നോക്കുമ്പോഴേക്കും അതിന് താഴേക്ക് നോട്ടം പോയി. എന്ത് ഭംഗിയാണമ്മേ! ഇത്രയും വലിയ മുൻഭാഗം ഞാൻ ആരുടെയും കണ്ടിട്ടില്ല. അതെയോ? അപ്പോൾ എൻ്റേതല്ലാതെ നീ ആരുടെയാടാ കണ്ടിരിക്കുന്നേ? അവൻ നാണത്തോടെ ചിരിച്ചു. അതോ, അത് ഫോണിൽ കാണുന്നതാണമ്മേ, ഇങ്ങനെ വീഡിയോയിലൊക്കെ. കള്ളച്ചക്കൻ. ഇവനൊന്നും അറിയില്ലെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ ഇവനെല്ലാം അറിയാം എൻ്റെ മോനുവിന്. അടുത്ത നിമിഷം അവൻ എന്നിലേക്ക് ചാഞ്ഞിറങ്ങി. അവൻ പതിയെ എങ്ങനെയാണോ എന്നിൽ നിന്ന് അമൃത് നുകരുന്നത് അതുപോലെ തന്നെ എൻ്റെ ദേഹം മുഴുവൻ പരുതി നടന്നു തുടങ്ങി. അവൻ ആകെ നനച്ചു എന്നെ. അവൻ എന്നെ ആകെ കുളിപ്പിച്ചു സ്വന്തം ഉമിനീരിൽ. ഞാൻ ആസ്വദിച്ച് സുഖം കൊണ്ട് വല്ലാതെ പുളഞ്ഞുപോയ നിമിഷങ്ങളായിരുന്നു. ഒടുവിൽ മോനു എൻ്റെ അടുത്ത് ചോദിച്ചു, അമ്മേ ഞാൻ മുഴുവനായി സ്വന്തമാക്കിക്കോട്ടെ?
അവൻ്റെ ആ ചോദ്യം തന്നെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹവും. രണ്ടുപേരും ഒരുപാട് നാളായി കാത്തിരുന്ന നിമിഷം. ഈ അമ്മയുടെ ചക്കരമോനിത എൻ്റെ സ്വന്തമാവാൻ പോകുന്നു. അടുത്ത നിമിഷം മോനുവിൻ്റെ ആ ചെറിയ വെയിറ്റ് എൻ്റെ ദേഹത്തേക്ക് അമർന്നു. ഞാൻ അവന് വേണ്ടി നന്നായി തന്നെ ആവുന്നതൊക്കെ ചെയ്തു കൊടുത്തു. തിരിച്ചവനും. അവൻ പൊങ്ങിത്താഴുമ്പോൾ അവൻ്റെ ആ മൂളലും ഞെരക്കവും സുഖം കൊണ്ടുള്ള ആ ഇഴച്ചില് എല്ലാം എന്നെ വല്ലാത്ത വികാരത്തിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയിരുന്നു. എൻ്റെ അരക്കെട്ടിൽ ഒരിക്കൽ കൂടെ ഉഗ്രസ്ഫോടനം നടന്നു. മോനുവിൻ്റെയും. അവൻ ആർത്തിയോടെ എന്നെ ഒന്നായി കവർന്നെടുത്തു. അതിനിടയിലാണ് ഞങ്ങൾ രണ്ടുപേരും പരസ്പരം അരക്കെട്ടിൽ ഉഗ്രസ്ഫോടനങ്ങൾ നടത്തിയതും. അന്ന് അവനെ ചരിച്ചു കിടത്തി ഉറക്കി ഞാനും നന്നായി ഉറങ്ങി. ഒരുപാട് കാലമായി എന്നിലെ പെണ്ണിന് കിട്ടിയിരുന്ന സുഖമായിരുന്നു അത്. അതെന്ത് വില കൊടുത്തായാലും ഞാൻ ഒരിക്കലും ഇനി ഒഴിവാക്കില്ല. അതുമാത്രമല്ല, എൻ്റെ മോനുവിൻ്റെ സ്വന്തമാണ്. ഇനി എന്നും ഞാൻ ഈ അവൻ്റെ വല്യമ്മ അല്ല, അവൻ്റെ ഈ അമ്മ ഇനി എന്നും അവൻ്റേത് മാത്രമായിരിക്കും. ഞാനത് ഓർക്കുമ്പോഴേക്കും ഒരു മനോഹര സ്വപ്നമായിരുന്നു എൻ്റെ കണ്ണിൽ. അതിൽ ഞാനും എൻ്റെ മോനുവും മാത്രം. ഞങ്ങൾ രണ്ടാലും നൂൽബന്ധമില്ലാതെ ഇങ്ങനെ പറക്കുന്നു, പരസ്പരം സുഖിപ്പിച്ചുകൊണ്ട്. നമ്മുടെ ഈ കഥ ഇഷ്ടമായ കൂട്ടുകാരെ, ഒരു വെറൈറ്റി തീം പിടിച്ചതാണ്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം കേട്ടോ. അമ്മയുടെയും മോൻ്റെയും സ്നേഹം എന്ത് രസമാണല്ലേ. അതിൽ സ്വല്പം ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കുസൃതികളും കൂടെ കലർന്നു കഴിഞ്ഞാൽ നമ്മൾ വായനക്കാർ അങ്ങ് സ്വർഗത്തിലേക്ക് എത്തുന്ന അവസ്ഥയാണ്. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. തീർച്ചയായും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം സൂപ്പർ കഥയുമായി നിങ്ങളുടെ സ്വന്തം ദേവ് വീണ്ടും വരും. ബൈ ബൈ.